കടലിനക്കരെ പോണവർക്ക് ഒരുപാട് വിവരങ്ങളുമായി രണ്ടുപേർ വേദിയിലേക്ക് എത്തുന്നു. I'd like to bring two experts on stage to speak about the opportunities, challenges and scope of studying abroad. This is going to be a fireside chat on this topic. Bringing on stage Mr. Mohammad Mustafa Khoury, who's the founder and Chief Executive Officer of EdRoots International, and Dr. Nazreen Mitlaj, founder and Chief Executive Officer at Nez and Co. Both of them joining us on stage to engage in a conversation that's surely going to bring us a lot more insights into this topic. Welcome, Nazreen. Over to both of you. Hello. Hello, good evening everyone. It's a pleasure to be speaking before all of you today. Without further ado, I'd love to start my chat with the Mustafa Khoury, who has been in the study abroad industry for almost 17 years now, That's 17 years. 2 decades into this business. So today, namakku that there are so many study abroad agencies. This was very recently, and I'm doing good. But I want to know, 17 varsham munne, when everybody were thinking about GCC, migrating എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗൾഫ് കൺട്രീസ് മാത്രമായിരുന്നു, എസ്പെഷ്യലി നോർത്ത് കേരളയിലൊക്കെ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഹൗ ഡിഡ് യു തിങ്ക് ഓഫ് UK ആൻഡ് ഹൗ ഡിഡ് യു ഓൾസോ തിങ്ക് ഓഫ് സ്റ്റുഡൻസിനെ പറഞ്ഞയക്കുന്നതിനെ പറ്റിയിട്ട്? ബിക്കോസ് ആ ഒരു സമയത്ത് അത്ര സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ആളുകളല്ലായിരുന്നു. സോ വാട്ട് വാസ് യുവർ ജേർണി ലൈക്ക്? Thank you Nasreen. Thank you Jain, the Summit of Future ഒരു വലിയ ചേഞ്ച് കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിൻ്റെ മുമ്പ് എങ്ങനെയാണോ യങ്സ്റ്റേഴ്സ് ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിരുന്നത്, അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഇനിയുള്ള ചിന്തകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മൊത്തത്തിലുള്ള ഒരു ചേഞ്ച് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. താങ്ക് യു. ഇനി കം ടു ദ ക്വസ്റ്റ്യൻ. ആക്ച്വലി ഞാൻ ഈ സെഗ്മെൻറ്റിലേക്ക് വരുന്നത് 2007 എൻഡിലാണ്. ഓക്കെ, ഞാൻ എൻ്റെ അനിയൻ്റെ അഡ്മിഷനായിട്ട് കൊച്ചിയിൽ വരികയാണ്. അപ്പോൾ വിദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നൊക്കെ അന്വേഷിച്ച് വന്നായിരുന്നു. അപ്പോൾ ഒരു 17 ഇയേഴ്സ് ബാക്ക് അബ്രോഡ് സ്റ്റഡി എന്ന് പറയുന്നത് ഫിനാൻഷ്യലി വളരെ സൗണ്ടായിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയ ഒരാൾക്ക് മാത്രം ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് ശരിക്കും അന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെങ്കിൽ കൂടി കുറച്ചും കൂടിയും അധികം സർവീസ് ഇത് ആഗ്രഹിക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് റിയലൈസ് ചെയ്യുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ കുറേ റിസർച്ച് നടത്തി എങ്ങനെ ഇത് കുറച്ചും കൂടിയും സിംപ്ലിഫൈഡ് ആക്കാം എന്ന് കുറച്ച് വർക്കൗട്ട് ചെയ്തപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്കതിൽ കാണാൻ പറ്റി. ദ മെയിൻ തിങ് എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ടെക്നോളജി അത്ര അഡ്വാൻസ്ഡ് അല്ല എന്ന്. അപ്പോൾ ആളുകൾക്ക് വിദേശത്തേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് എന്താ പറയുക, ഒരു ഊഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ അതിൽ മെയിൻ കൺസേൺ സ്റ്റുഡൻറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓൺ അറൈവൽ സപ്പോർട്ടാണ്. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ അവൈലബിലിറ്റിയാണ്. ഇപ്പോഴത്തെ പോലെ ബാങ്കുകളൊന്നും അത്ര അങ്ങോട്ട് എന്താ പറയുക സപ്പോർട്ടീവ് ആയിരുന്നില്ല. പിന്നെ ഫണ്ടിങ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കൺസേൺസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അതൊന്ന് എന്താ പറയുക സിംപ്ലിഫൈഡ് ആക്കി കൊടുത്താൽ ഒത്തിരി പേർക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ റിയലൈസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ആക്ച്വലി ശരിക്കും എഡ്രൂട്ട്സിൻ്റെ ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല നസ്രീന്. ഞങ്ങൾ ബേഡാണ്. ഈ ബേഡിന് കുറച്ച് വിങ്സ് കൂടുതലാണ്. ഈ വിങ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഏജൻസിൽ നിന്ന് നമ്മൾ കുറച്ചധികം സർവീസ് കൊടുത്ത് സ്റ്റുഡൻറ്റിനെ വിദേശത്തേക്ക് പറക്കാൻ കുറച്ചും കൂടി, നമ്മളെപ്പോഴും പറക്കാൻ വേണ്ടിയിട്ടാണല്ലോ വിങ്സ് ഉണ്ടാവുക, ആ എനർജി കൂടുതൽ കൊടുക്കുക എന്നുള്ള ബേസിലാണ് നമ്മൾ ആ ലോഗോനെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ചിറക് കൂടുതലാണ്. ആ ചിറക് കൊണ്ട് നമുക്ക് 18,000-ലധികം വിദ്യാർത്ഥികളെ ലാസ്റ്റ് 17 വർഷത്തിനിടയിൽ വിദേശത്തേക്ക് പറഞ്ഞു വിടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ചിറകെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നോർമൽ ഒരു ഏജൻറ്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇൻ ടേംസ് ഓഫ് വിസ ഡോക്യുമെൻറ്റേഷൻ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൻ്റെ കേസായാലും
പിന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ കാര്യമായാലും യൂണിവേഴ്സിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യമായാലും അപ്ലിക്കേഷൻ പ്രോസസ്സിൽ വരുന്ന ഇഷ്യൂസ് സോർട്ട് ചെയ്യുന്നതായാലും സ്റ്റുഡൻറ്റിന് ഓൺ അറൈവൽ സപ്പോർട്ടായാലും എൻ്റെയർ ഇതിലും നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ അധിക പേരും എന്താ പറയുക ഇതിനെപ്പറ്റി ചിന്തിക്കാത്തൊരു കാലത്ത് ഇത്ര എന്താ പറയുക ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയത്. ഇതിൽ ആക്ച്വലി എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ വിദേശ പഠനത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ നമ്മൾ ഒരുപാട് സെഷൻസ് നടത്തി ആളുകളിലേക്ക് അവയർനെസ് കൊടുത്തു. നമ്മൾ എന്താ പറയുക ഇവിടുന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിന് അന്ന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോഴത്തെ പോലെയല്ല. ഇപ്പോൾ ജെയിനൊക്കെ വന്നതുകൊണ്ട് ജെയിൻ പോലെയുള്ള ഒത്തിരി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ അന്ന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നല്ല എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സീറ്റിൻ്റെ അവൈലബിലിറ്റിയും പ്രോബ്ലം കൊണ്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ പുറത്ത് ഇങ്ങനെ സാധ്യതകളുണ്ട്, വിദേശത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സാധ്യത ഉണ്ട് എന്നുള്ളൊരു അവയർനെസ് കൊടുത്ത് ഈ പ്രോസസ്സിനെ സ്മൂത്ത് ആക്കിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാലം ഇൻഡസ്ട്രിയിൽ നല്ലൊരു നമ്പർ ഡെലിവർ ചെയ്യുന്ന ഒരു കൺസൾട്ടൻ്റായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുള്ളത്. അതാണ് മെയിൻ റീസൺ. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്തു എന്നുള്ളതാണ്. വെരി നൈസ്. I know that ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ബിക്കോസ് യു ഡു സോ മെനി നമ്പേഴ്സ് ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ഫോർ യു ടു സ്പീക്ക് ടു എനി ഓഫ് ദം. അപ്പോൾ ടീമായിരിക്കും സംസാരിക്കുന്നതെന്ന് അറിയാം. എന്നാലും അറ്റ്ലീസ്റ്റ് എ ഫ്യൂ സ്റ്റുഡൻസിൻ്റെ അടുത്ത് മുസ്തഫ ഇപ്പോഴും സംസാരിക്കുന്നുണ്ടാവും. സോ വാട്ട് ചേഞ്ച് ഡിഡ് യു സീ അന്നത്തെ കാലത്ത് കുട്ടികൾ ഒരു ആപ്ലിക്കേഷൻ ഇടുമ്പം അവരുടെ ഒരു നോളജ് ലെവൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ലെവൽ ആസ്പിറേഷൻസ് അതിനെ കമ്പയർ ചെയ്തിട്ട് ഇന്നത്തെ കുട്ടികളുടെ ഒരു ഡിഫറൻസ് എന്താണ്? ഇതിൽ ആക്ച്വലി എന്ന് വെച്ചാൽ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ടെക്നോളജിയുടെ പ്രശ്നം. നമ്മളിപ്പോൾ ടെക്നോളജി മീൻസ് സോഷ്യൽ മീഡിയ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോഴുള്ള സ്റ്റുഡൻസിന് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് കാര്യങ്ങൾ അറിയാൻ. സ്റ്റുഡൻറ്റിന് വിത്തിൻ സെക്കൻഡ്സിൽ എന്താണ് റിയാലിറ്റി എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴുള്ള ആളുകൾ നമ്മൾ ഒത്തിരി ഗൈഡൻസ് കൊടുക്കേണ്ട ആവശ്യം ശരിക്കില്ല. പിന്നെയും എന്താ പറയുക സ്റ്റുഡൻ്റ് ഒരു കൺസൾട്ടൻ്റ് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഫേം എന്നുള്ള നിലയിൽ നമ്മൾ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പുതിയ ജനറേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും വൈഡായിട്ട് ചിന്തിക്കുന്നുണ്ട്, കുറച്ചും കൂടിയും ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഇൻ ടേംസ് ഓഫ് കോഴ്സ് യൂണിവേഴ്സിറ്റി കൺട്രിയൊക്കെ കുറച്ചും കൂടിയും ഡൈവേഴ്സിഫൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ജനറേഷൻ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, പക്ഷേ ഗ്രാജുവലി അത് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നുള്ള കേസ് എന്താ വെച്ചാൽ അബ്രോഡ് സ്റ്റഡിയിൽ എപ്പോഴും ഒരു എന്താ പറയുക ഓരോ കാലത്തും ഓരോ ട്രെൻഡാണ് മെജോറിറ്റി. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നോക്കി പോകുന്ന ഒരു ക്രൗഡ് കുറേ കാലമായിട്ടുണ്ട്. പക്ഷേ അത് ഒത്തിരി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടാണ് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റസൽ ഗ്രൂപ്പ് പോലുള്ള യൂണിവേഴ്സിറ്റീസൊക്കെ സെലക്ട് ചെയ്ത് നല്ല എമൗണ്ട് ഫീ ഒക്കെ കൊടുത്ത് വിദേശത്തേക്ക് പഠിക്കാൻ കംപ്ലീറ്റ്ലി സ്റ്റഡീസ് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു വലിയ ക്രൗഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 2007 ആ ഒരു സ്റ്റുഡൻസിൻ്റെ മൈൻഡ് സെറ്റിൽ നിന്ന് ഇതുവരെ എത്തുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൈ റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു QS വേൾഡ് റാങ്കിങ്ങിൽ ഒരു ടോപ്പ് 150 യൂണിവേഴ്സിറ്റീസിലേക്ക് നമ്മുടെ ഒരു ഇതിൽ ലാസ്റ്റ് 1 ഇയറിൽ ഒരു 100+ സ്റ്റുഡൻസ് പോയിട്ടുണ്ട്. അപ്പോൾ QS 150 റാങ്കിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ഒരു നോർമൽ 1 ഇയർ മാസ്റ്റേഴ്സിന് അറൗണ്ട് ഒരു 40 lakh rupees ഈ സ്റ്റുഡൻറ്റ് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതൊരു ജസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നതല്ല, സ്റ്റുഡൻറ്റ് റിസർച്ച് നടത്തി സ്റ്റുഡൻറ്റ് അതിൻ്റെ വാല്യൂ റിയലൈസ് ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാസ്റ്റ് 7-8 years കൊണ്ട് സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡ് സെറ്റ് ആസ്പെക്റ്റിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ആക്ച്വലി. അതാണ് മെയിൻ കേസ്. ഓക്കെ. Yeah, I know. Just for the students to even be aware of Russell Group and what are the benefits of joining the Russell Group of institutions എന്നുള്ളത് പണ്ടൊന്നും നമുക്ക് അറിയില്ല. And not only that, അവർക്ക് കുറേ മുന്നേ തന്നെ ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലേ, that they know that affordability is less for those universities, but because they understand the importance, how to convince their parents, അതിനൊക്കെ എഫേർട്ട് ഇന്നത്തെ കുട്ടികൾ കൂടുതൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. Okay, now this I don't know if it's okay to ask, but I would personally like to ask that ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന എല്ലാവരും we are trying to build employment opportunities for people here so that they stay in our country. നമ്മളെ കൺട്രിയിലെ എക്കണോമിനെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ എഫേർട്സും ഗവൺമെൻറ്റും നമ്മളെല്ലാവരും എടുക്കുന്നത്, ഓൺടർപ്രന്യൂർസ് ഒക്കെ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് when you are sending students abroad or you are helping students who want to go abroad, backlashes കിട്ടിയിട്ടുണ്ടോ? Like have anyone told you about in casual conversations or any government officials ആരെങ്കിലും ഒക്കെ ഇതിനെക്കുറിച്ച് പറയാമോ? ഇല്ല, ബാക്ക്ലാഷസ് അങ്ങനെ ഇല്ല. ബാക്ക്ലാഷസ് വരുമ്പോഴും എന്താ വെച്ചാൽ നമുക്കിത് കുറച്ചും കൂടി ഈസിയാണ് ഇവരെ കൺവിൻസ് ചെയ്യാൻ. ആക്ച്വലി വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് പോകുന്നത്
എന്താ പറയുക, പുറത്തേക്ക് അങ്ങ് പോകാൻ ആഗ്രഹിച്ചിട്ടല്ല, ഒരു സിസ്റ്റം അല്ലെങ്കിൽ സിറ്റുവേഷനിലും ഒരുപാട് ചേഞ്ചസ് ഇവിടെ വരാത്തത് കൊണ്ടാണ് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണ്. ഇപ്പോൾ IIT പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു സ്റ്റുഡൻറ്റിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയായ കാര്യമല്ല. ഇപ്പോൾ നല്ലൊരു IIT മുംബൈ IIT ഡൽഹി പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു എൻട്രൻസ് എഴുതി, ലാക്സ് ഓഫ് സ്റ്റുഡൻസ് എൻട്രൻസ് എഴുതുന്നു, അതിൽ നിന്ന് വളരെ ലിമിറ്റഡ് ആയ നമ്പർ ഓഫ് സ്റ്റുഡൻസിനാണ് കിട്ടുന്നത്. പക്ഷേ ഈ IIT മുംബൈ അല്ലെങ്കിൽ IIT ഡൽഹി പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെയിം റാങ്കിങ് വരുന്ന ഒരു ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ G8 യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് റിക്വയർമെൻറ്റ് ഉണ്ടാവും. അത് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നില്ലെങ്കിലും ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് വിദേശത്തേക്ക് ഒത്തിരി പേരെ പറഞ്ഞു വിടുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണെന്നുള്ളത്. അത് ഇവിടുത്തെ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കിട്ടുന്നത് ഈസി അല്ലാത്തത് കൊണ്ട് തന്നെ ആളുകൾ പുറത്ത് പോകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ ഞാൻ ആളെ തടഞ്ഞു നിർത്തി നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞാലും സ്റ്റുഡൻസ് പോകും. ഒരു ബേസ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും മൈഗ്രേഷൻ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ആളുകളാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഒരു അരനൂറ്റാണ്ടായി നമ്മൾ അതിൽ കൂടുതൽ വർഷം, ഇപ്പം നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ എന്താ പറയുക മന്ത്രിസഭയിൽ, ഇന്ത്യൻ മന്ത്രിസഭയിൽ വരെ മിനിസ്റ്റേഴ്സ് വരെ മന്ത്രികൾ വരെ പുറത്ത് പോയി പഠിച്ചു വന്ന ആളുകളാണെന്ന് പറയും. ഇപ്പം നമ്മൾ ഒത്തിരി പേര്, ഇപ്പോൾ ജവഹർലാൽ നെഹ്റു, നമുക്കറിയുന്ന ഒരുപാട് പേരുണ്ട്. അത് മലയാളി എന്നല്ല, ഇന്ത്യൻ എപ്പോഴും പുറത്തുള്ള വിദ്യാഭ്യാസത്തെ വളരെ പോസിറ്റീവായിട്ട് കണ്ട ഒരാളുകളാണ്. അതിൻ്റെ നമ്പേഴ്സ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അത് ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ, കോഴ്സുകൾ, അതിലൊക്കെ കുറേ കൺസേൺസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ ഒരു നല്ല ശതമാനം ആളുകളും നല്ല റിസൾട്ടാണ് പുറത്ത് പോയി പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടായില്ല. പക്ഷേ ആളുകൾ പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റി ഇതാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത്. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് വൺ. നിങ്ങൾ തടഞ്ഞു എന്ന് വിചാരിച്ചാൽ അവർ പോവാണ്ടിരിക്കുന്നു? ഇല്ല. ഇപ്പോൾ ഇതിൽ ആക്ച്വലി എന്താ വെച്ചാൽ നെസ്രീൻ പുതിയ ആളാണല്ലോ ഇൻഡസ്ട്രിയിൽ. നെസ്രീൻ ഇപ്പോൾ ഒരു 1 ഇയർ കൊണ്ട് എന്താണ് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ പിള്ളേരായിട്ട് സംസാരിക്കുമ്പോൾ, സ്റ്റുഡൻസായിട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ? ഭയങ്കര ഇൻട്രസ്റ്റ്. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ദാറ്റ് ദർ ഹാസ് ബീൻ വൺ സ്റ്റുഡൻറ്റ് സീക്രറ്റ്ലി ആയിരുന്നു ഞങ്ങളേറ്റവും കോർഡിനേറ്റ് ചെയ്തിരുന്നത്. ഐ ഡിഡൻറ്റ് നോ ദാറ്റ് ഹർ പേരൻസ് ഡിഡ് നോട്ട് നോ ഷീസ് ട്രൈങ് ഫോർ ദിസ്. പിന്നെ ഫീസിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് കുറച്ച് കോൾസ് കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചു. ആ സമയത്താണ് പറയുന്നത്, എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മാം ഐ നീഡ് a favor from you. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്, സിൻസ് യു ബിലോങ് ടു ദിസ് എഡ്യൂക്കേഷൻ സെക്ടർ ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, മാം പറഞ്ഞാൽ എൻ്റെ പേരൻസ് കേൾക്കും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കുട്ടീൻ്റെ പേരൻസിന് അറിയില്ല ഈ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ അറിയില്ല. ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇല്ല, അത് ഒത്തിരി ഉണ്ട് ആക്ച്വലി. എന്താ വെച്ചാൽ എസ്പെഷ്യലി നോർത്ത് കേരളയിലാണ്. ഞാൻ നോർത്ത് കേരളനെ കുറ്റാക്കിയിട്ട് പറയുന്നതല്ല. നോർത്ത് കേരളയിൽ പലപ്പോഴും നമുക്കൊരു 60-70% സ്റ്റുഡൻസും പാരൻസ് നമ്മളായിട്ട് കണക്ട് ചെയ്യാറില്ല. അത് സ്റ്റുഡൻസിന് ഒരു ഫ്രീഡം കൊടുത്തത് കൊണ്ട് ഉണ്ട് കുറേ കേസ്. പിന്നെ സ്റ്റുഡൻസിലുള്ള വിശ്വാസമുണ്ട്. പിന്നെ ചിലത് എന്താ വെച്ചാൽ സ്റ്റുഡൻറ്റ് പലപ്പോഴും എല്ലാം ശരിയായിട്ട് പാരൻസിനെ കൺവിൻസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെയുള്ള ഒത്തിരി കേസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റുഡൻറ്റ് ചില സ്റ്റേജിൽ ഫാദറിന് ഇതുവരെ അറിയില്ല, ഞാൻ ഓൾറെഡി ഓഫർ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ഒന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൺവിൻസ് ആവും തോന്നുന്നുള്ള അല്ലെങ്കിൽ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് റിയാലിറ്റിയാണ് ആക്ച്വലി. അത് നോർത്ത് കേരളയിൽ അധികം എന്ന് പറഞ്ഞു വെച്ചാൽ കമ്പാരിറ്റീവ്ലി കൂടുതലാണ് സൗത്ത് ആയിട്ട്. അതും പെൺകുട്ടികളാണ്. അതിൽ ഒരുപാട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൺസേൺസ് ഉണ്ട് പാരൻസിന് പുറത്തേക്ക് ഗേൾസിന് വിടുന്നതിലൊക്കെ. അത് ചില ഏരിയകളിൽ. പക്ഷെ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒത്തിരി മാറിയിട്ടുണ്ട്. നമുക്ക് 2007 ഒരു ഗേൾ സ്റ്റുഡൻറ്റ് നമ്പറിൽ നിന്ന് 2024 ഹ്യൂജ് ചേഞ്ച് ഉണ്ടത് അതിൽ. നമുക്ക് അതിന് റിലേറ്റഡ് എനിക്ക് ചോദിക്കണം, ബിക്കോസ് യു റിയലി ഫോക്കസ് ഓൺ നോർത്ത് കേരള ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, മേ ബി ബിക്കോസ് യു ആർ ഫ്രം ദെയർ. നിങ്ങൾ ഗേൾസിൽ എന്ത് ചേഞ്ചാണ് കണ്ടത്, ഷിഫ്റ്റ് കണ്ടിട്ടുണ്ടോ? ലൈക്ക് മലബാർ ഗേൾസ് പോകുന്നതിൽ എണ്ണം കൂടിയിട്ടുണ്ടോ ഇപ്പം? ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ നോർത്ത് കേരളയിൽ നമ്മളങ്ങനെ കൂടുതൽ ആയതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ നോർത്ത് കേരള ഫോക്കസ് ചെയ്തുകൊണ്ടല്ല. നമ്മൾ ആദ്യം തുടങ്ങുന്നത് പെരിന്തൽമണ്ണയാണ്, പിന്നെ അതിൻ്റെ നിയറസ്റ്റ് സിറ്റി അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് നോർത്തിലേക്ക് അധികം ഓഫീസുകൾ വന്നെന്നുള്ളൂ. പക്ഷേ നമ്മൾ സൗത്തിലുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചി, കോട്ടയം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഗേൾസ് സ്റ്റുഡൻസിൻ്റെ ഒരു ആസ്പെക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിൽ നമ്പേഴ്സ് വളരെയധികം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു കണക്കൊന്നും അങ്ങനെ എടുത്തില്ല, പക്ഷേ ഒരു ഏകദേശം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2010 പോകുന്ന സ്റ്റുഡൻസിൽ ഒരു 10% ഗേൾ സ്റ്റുഡൻസ് അബ്രോഡിലേക്ക് പോകുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അതൊരു 50% എന്ന് പറയാം. 50-ലധികമൊക്കെ ചില ഓഫീസ് നമുക്ക് പോകുന്നുണ്ട്. അതും ഒത്തിരി നല്ല യൂണിവേഴ്സിറ്റീസൊക്കെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഒരുപാട് റിസർച്ച് ചെയ്ത് ബോയ്സിനേക്കാൾ കൂടുതൽ ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കോഴ്സസൊക്കെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും
സ്റ്റുഡൻറ്റ് ചൂസ് ചെയ്യുന്ന കോഴ്സ് കാണുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും വണ്ടറാകും. കാരണം അത്രയും റിസർച്ച് നടത്തിയിട്ട് പോകുന്നത് നല്ല ചേഞ്ച് ഉണ്ട്. അത് നല്ല സൈനാണ്. നോർത്ത് കേരളയിൽ നിന്നും സൗത്ത് കേരളയിൽ നിന്നും ഗേൾസ് ഒത്തിരി പോകുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇത് കറൻ്റ്ലി ഇല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, പുതിയ ജെൻസി എന്ന് പറയുന്ന അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ കാലം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവർ ഒത്തിരി ഫോർവേഡാണ്. അവർ ബൗണ്ടറി ആഗ്രഹിക്കാത്തവരാണ്. ലിമിറ്റേഷൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കുറച്ചും കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കറൻറ്റ് സിനാരിയോയിൽ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ചും കൂടി ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലിമിറ്റേഷൻ പലപ്പോഴും ഇപ്പോഴത്തെ ഒരു ഇതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അവരെ പ്രോപ്പർ ഗൈഡ് ചെയ്യണം. ഏജിൻ്റേതായ കണ്ടീഷൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മളെങ്ങനെ പാരൻറ്റിങ് ചെയ്യുന്നു അതിനൊക്കെ അനുസരിച്ചിട്ടാണ് കേസ്. ഓക്കെ, രണ്ട് കാര്യങ്ങളും കൂടി ചോദിച്ചിട്ട് വി ക്യാൻ ആസ്ക് ദി ഓഡിയൻസ് ടു ഗിവ് അസ് ക്വസ്റ്റ്യൻസ്. ഒന്ന്, ഇപ്പം ഇറ്റ്സ് എ സീ ഓഫ് സ്റ്റഡി അബ്രോഡ് ഏജൻസീസ് നൗ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത്. ഒരുപാട് ആൻഡ് വിത്ത് ദ social media there, even if people don't have office and all of that, they publicize so much and there are. പക്ഷേ എഡ്രൂട്ട്സിൻ്റെ ഒരു ലെഗസി സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് of course you guys have an upper hand, but still ഈ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് what steps do you take? ഇല്ല, ഇതിലിപ്പോൾ ആക്ച്വലി എന്താ വെച്ചാൽ നമ്മൾ പൊതുവേ നമ്മുടെ കൗൺസിലേഴ്സിനോട് പറയാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കൗൺസിൽ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഏത് സ്റ്റുഡൻറ്റിന്, നിങ്ങളൊരു 1001ാമത്തെ സ്റ്റുഡൻറ്റിനെ കാണുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 2000 ആ നമ്പർ ഒരു 2000 ആണെങ്കിൽ കൂടി നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണോ കൗൺസിൽ ചെയ്യുന്നത് അത്രയും കെയറോടെയും അറ്റൻഷനോടെയും ആയിരിക്കണം ഒരു സ്റ്റുഡൻറ്റിന് കരിയർ ഗൈഡൻസ് കൊടുക്കേണ്ടത്. കാരണം ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ജസ്റ്റ് എന്താ പറയുക നമ്മളൊരു റവന്യൂ മേക്കിംഗ് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഞാൻ ഈ പറയുന്ന 18,000 ആളുകളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ഞാൻ ഭാഗമായി എന്നുള്ളതിൽ ഒരുപാട് അഭിമാനിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ജസ്റ്റ് ഒരു റവന്യൂ മേക്കിംഗ് അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ചെയ്തു എന്നുള്ളതല്ല, 18,000 ആളുകളുടെ ജീവിതത്തിൽ ഒരു നല്ല ചേഞ്ച് ഉണ്ടാക്കാൻ നമ്മൾ ഭാഗമാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ നമ്പറിലേക്ക് പോകുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യം ഏത് ഇൻഡസ്ട്രിയിലായാലും നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് നമ്മൾ അന്ന് എന്ത് സർവീസ് കൊടുത്തു, അന്ന് ഫസ്റ്റ് ടൈം ഞാൻ എങ്ങനെ കൗൺസിൽ ചെയ്തു, ഞാൻ എങ്ങനെ സർവീസ് കൊടുത്തു, ഇതേ സർവീസ് നമ്മളിപ്പോൾ ഒരു 200+ സ്റ്റാഫ് സ്ട്രെങ്ത് ഉള്ള കമ്പനിയാണ്, ഇപ്പോഴും അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വളരെ നിർബന്ധമുള്ളൊരു ഒരു ട്രാക്കിലാണ് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 സ്റ്റുഡൻസ് പോവുകയാണെങ്കിൽ 50% നമുക്ക് പ്രീവിയസ് സ്റ്റുഡൻസിൻ്റെ റെഫറൻസിലാണ് കിട്ടുന്നത്. നമ്മൾ എത്ര കോടി രൂപയുടെ മാർക്കറ്റിംഗ് ചെയ്താലും ഈ റെഫറൻസിൻ്റെ പെർസെൻറ്റേജ് ഞങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾക്കതിലൊരു കുറവും വരുന്നില്ല. ആ കൂടുന്നതിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മളത് ആസ്വദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് സ്റ്റുഡൻസ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. കാരണം ഒരാൾ പോകുന്നു, ഞാൻ വിദേശത്തേക്ക് പോകുന്നു, ഒരു കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു, ആ കൺസൾട്ടൻറ്റിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിലുള്ളൂ ഞാനൊരു സെക്കൻഡ് പേഴ്സൺ ആ കൺസൾട്ടൻറ്റിനെ ഡയറക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഏത് ടൈമിലും ഇവർക്ക് സപ്പോർട്ടിന് നമ്മൾ റെഡിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പോസ്റ്റ് അറൈവൽ തിങ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ നാട്ടിൽ ഓഫീസ് തുടങ്ങുക, നാട്ടിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക വളരെ ഈസിയാണ്. പക്ഷേ ഒരാൾ വിദേശത്തേക്ക് പോകുന്നു, ആ രാജ്യത്തെത്തി അവിടെ സർവീസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മളെപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ആ ഒരു ടൈമിൽ സപ്പോർട്ട് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടും കൂടിയാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. കാരണം നാട്ടിൽ ഒത്തിരി കൺസൾട്ടൻറ്റുകളുണ്ട്, പക്ഷേ അവിടെ അസിസ്റ്റൻസ് കൊടുക്കുന്നവർ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നമ്പേഴ്സ് കൂടുന്നുണ്ട്, കാര്യങ്ങൾ സ്മൂത്താണ്, നമുക്ക് കൺസേൺസ് ഇല്ല. ഇത്ര ആളുകളെ നമ്മൾ വിദേശത്തേക്ക് വിട്ടുന്നതുകൊണ്ട് നമുക്ക് പൊതുവേ സർവീസ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും ഫീഡ്ബാക്കുകളും ഇങ്ങനത്തതൊക്കെ. അപ്പോൾ അത് സ്റ്റിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നത്. നമ്മളങ്ങനെ ഒരു വലിയ ലാക്സ് ഓഫ് സ്റ്റുഡൻസിനെ പുറത്തേക്ക് വിടണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഈ നമ്പർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമുക്കിതുള്ളത്. കാരണം വലിയ നമ്പറിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മൾ ക്വാളിറ്റിയിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഇതല്ല. നമ്മൾ എന്തുകൊണ്ട് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ വേറൊരാളുടെ ജീവിതത്തിൽ നമ്മളതിനെ പറയുന്ന ട്രാൻസ്ഫോമിങ് ലൈഫ്സ് എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. ആ ചേഞ്ച് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊന്നും വർത്താവില്ല. അതാണ് മെയിൻ കേസ്. ഓക്കെ, വെരി നൈസ്. ഐ ലൈക്ക് ഹൗ യു ആർ. ഇതിലിപ്പോൾ ആക്ച്വലി എന്താ വെച്ചാൽ ഈ ക്വസ്റ്റിന് ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കൊരു
മോട്ടീവ് ഉണ്ടാവും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ. ആക്ച്വലി ഇപ്പം നസ്രീൻ അങ്ങനെ എന്തെങ്കിലും ഒരു മോട്ടീവ് കൊണ്ടാണോ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? കാരണം ഞാൻ എന്താ വെച്ചാൽ ഞാനൊരു വളരെ ഏർലി ഏജിൽ ഈ ഇൻഡസ്ട്രിയിൽ വന്നതാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെയും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചില ബിസിനസ് ഉണ്ടല്ലോ, നമ്മൾ കുറേ വർഷം ചെയ്ത് കഴിഞ്ഞാൽ പുതിയതിലേക്ക് തരിക. പക്ഷേ സ്റ്റിൽ ഞാൻ എൻ്റെ ടൈമിൽ കൂടുതൽ ടൈമും ഇതിലേക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ബിസിനസ്സിൽ ഇൻ്റർ കണക്റ്റഡ് ആണെങ്കിൽ കൂടി, പക്ഷേ ഇതിലാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം നമ്മളിത് റിയലി എൻജോയ് ചെയ്യുന്നുണ്ട്, അതാണ് കേസ്. ഓക്കെ. ആക്ച്വലി മുസ്തഫൻ്റെ അടുത്ത് ചോദിച്ചതിന് എനിക്ക് പറയാനുള്ള ഉത്തരം ഓൾമോസ്റ്റ് സിമിലർ ആണ്. യു മെൻഷൻഡ് അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് അല്ലേ. നമ്മൾ വെറും റവന്യൂ ജനറേഷൻ അല്ലെങ്കിൽ മണി ഓറിയൻറ്റഡ് നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുക, അതൊന്നും അല്ല ഹിയർ. മേക്കിംഗ് എ ഡിഫറൻസ് ഇൻ പീപ്പിൾസ് ലൈവ്സ്. What I loved about what you said a while ago is that you not only said that ഇത്രയും പേരുടെ, ഇത്രയും ആയിരക്കണക്കിന് പേരുടെ ലൈഫ് സക്സസ്ഫുൾ ആവാൻ ഞാനൊരു റീസൺ ആകുമ്പോൾ സന്തോഷം എന്ന് മാത്രമല്ല, അറ്റ് ദ സെയിം ടൈം യു ഓൾസോ മെൻഷൻഡ് അബൌട്ട് അതിൽ ഒരാളുടെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഞാൻ കാരണം എന്തെങ്കിലും ആയാൽ അതും ഐ എം കെയർഫുൾ അബൌട്ട് എന്ന് പറഞ്ഞില്ലേ. ഐ തിങ്ക് that's really important because yes, you become happy when they succeed, but if they're failing somewhere, are you know trying to help that person out? I don't mean physically പോയി ഹെൽപ്പ് ചെയ്യുന്നത്, but in the next what can you do better എന്ന് ചിന്തിക്കുന്ന ആ ഒരു തോട്ട് പ്രോസസ്. എൻ്റെതും I have been an impact oriented person all my life. So എൻ്റെ എല്ലാ സോഷ്യൽ വർക്ക് ആണെങ്കിലും ഇതൊക്കെ അതിലൊക്കെ ഞാൻ ഇറങ്ങാൻ കാരണം തന്നെ ഇമ്പാക്റ്റ് ആലോചിച്ചിട്ടാണ്. സോ സംവെയർ ഐ കെയിം അക്രോസ് അബൌട്ട് ഹൗ ദർ വർ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഫ്രം കേരള ഹു ആർ ഗോയിങ് ടു UK ആൻഡ് സം കൺട്രീസ് ആൻഡ് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പെൺകുട്ടികളുടെയൊക്കെ ഞാൻ കുറച്ച് വൈറൽ വീഡിയോസ് ഐ കെയിം അക്രോസ് ഇൻ സോഷ്യൽ മീഡിയ. അപ്പോൾ എൻ്റെ നിങ്ങൾ ബ്രദർ UK ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മൈ സിസ്റ്റർ ഇസ് ഇൻ UK, കസിൻ. സോ ഷീ വാസ് എനിവേസ് റണ്ണിങ് ദിസ് ബിസിനസ് ആൻഡ് I spoke to her. I said that you know I'd like to guide some students and let's take this seriously so that പോകുന്ന കുട്ടികൾ അറ്റ്ലീസ്റ്റ് നല്ല ആൾക്കാരുടെ കൂടെ പോയി അവർക്ക് കറക്റ്റ് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ക്വാളിറ്റിയിൽ ഈവൻ ഇഫ് വി ഡു വെരി ലിറ്റിൽ നമ്പേഴ്സ് ദാറ്റ്സ് ഓക്കെ. ബട്ട് നമ്മൾ കാരണം ആൻഡ് ഐ വാണ്ടഡ് ടു ടാർഗറ്റ് ഫീമെയിൽസ്. അപ്പം അങ്ങനെ ഒരു ജെൻഡർ ബയാസ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ ഫെൽറ്റ് ഞാൻ ഓൾസോ മലപ്പുറത്ത് നിന്ന് വരുന്നത് കാരണം ദർ ആർ എ ലോട്ട് ഓഫ് women or girl children who come to me and say that you know we look up to you as somebody who's from Malappuram leading in the education sector. അപ്പോൾ ഞാൻ വിചാരിച്ചു എഡ്യൂക്കേഷനിൽ എനിക്ക് ആ ഒരു അഡ്മിറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ then let me guide a lot of people. And നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ തന്നെ it need not be just from India. അവർക്ക് ഏറ്റവും ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേർ ആർ ദേ ഗെറ്റിംഗ് ഫ്രോം അവിടത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഒരു സേഫായ രീതിയിൽ കറക്റ്റ് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. വെരി ഗുഡ്, വെരി ഗുഡ്. ആക്ച്വലി ഞാൻ എപ്പോഴും എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആളുകൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രി ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ഒത്തിരി പുതിയ ഏജൻസ് നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ കൺസൾട്ടൻസി തുടങ്ങട്ടെ എന്താ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് മോട്ടീവ് ചെയ്തുള്ളത് ഈ കൺസൾട്ടൻസി തുടങ്ങാൻ എന്താ മോട്ടീവ് ചെയ്തത്? അപ്പോൾ മെജോറിറ്റി ആളുകൾ പറയും മണി, ഇൻസ്റ്റൻറ്റ് മണി മേക്കിംഗ് തിങ്. ഞാനപ്പോൾ അവരോട് പറയുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങൾ എത്ര കാലം ഇതിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പ്ലാൻ ഉണ്ട് ചോദിക്കും. അപ്പോൾ ഇൻഡസ്ട്രി ഇത് അപ്പായി എപ്പോഴാണ് ഡൗൺ ആകുന്നത്. കാരണം അബ്രോഡ് സ്റ്റഡി ഇൻഡസ്ട്രി എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് ദ വിസ ഇമിഗ്രേഷൻ റൂൾ ഇതൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ എന്താ പറയുക, ഒരു മിനിമം നമ്പർ എപ്പോഴും പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു രാജ്യത്ത് സ്റ്റേ ബാക്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നോക്കുന്നവർ മാത്രമേ പോകത്തുള്ളൂ. സ്റ്റേ ബാക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മൈഗ്രേഷൻ മൈൻഡഡ് ആയ ആളുകളും പോകും. അപ്പോൾ ഈ മൈഗ്രേഷൻ മൈൻഡഡ് സ്റ്റുഡൻസ് പോകുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടും. ഓക്കെ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ നോക്കുന്നവർ ലോകത്തിന് എന്ത് സംഭവിച്ചാലും യൂണിവേഴ്സിറ്റി റാങ്കിങ്ങും കോഴ്സും മാത്രം നോക്കിയിട്ടാണ് പോവുക. കാരണം അവർക്കൊരു പ്ലാൻ ഉണ്ടാവും വ്യക്തമായിട്ടും. ബാക്കിയുള്ളവർക്ക് പ്ലാൻ ഇല്ല എന്നല്ല, പക്ഷെ അവർ ഡിപ്പെൻസ് ആ രാജ്യത്തിൻ്റെ വിസ റൂളിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാജ്യങ്ങൾ മാറും. പക്ഷേ ചിലപ്പോൾ പ്ലാൻ ഇതാക്കും. അങ്ങനത്തെ ഒരു കേസുണ്ട്. അപ്പോൾ ഒരു ആൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു, സപ്പോസ് ആ സ്റ്റുഡൻറ്റ് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നത്, അതുവരെ ഇൻഡസ്ട്രി ഡൗൺ ആണെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് നിങ്ങൾ സർവീസ് കൊടുക്കാൻ റെഡിയാണോ ചോദിക്കും. ഞാൻ ഒത്തിരി പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഈവൺ ഇഫ് ഇറ്റ് ഇസ് എ സിംഗിൾ സ്റ്റുഡൻറ്റ്, നമ്മൾ അത്രയും കാലം ഈ സർവീസിൽ എക്സിസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കാര്യമുള്ളൂ. കാരണം ഇതൊരു സർവീസ് സെക്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ പ്രോപ്പർ സർവീസ് കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുക. കാരണം ഇത് അത്ര ഒരു ഈസി ടാസ്ക് അല്ല. നമുക്കെന്താ വെച്ചാൽ ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും ഒരു സിംഗിൾ സ്റ്റുഡൻറ്റിന് പോലും ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും
ഡെഡിക്കേറ്റഡ് ആയാലും അത്രയും നമ്മളിതിൽ മോട്ടീവാണെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ഇതിലേക്ക് വരുന്നവരോട് പറയുന്നതാണ്, അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങളിതിൽ നിൽക്കാൻ പറ്റുക. പിന്നെ സെക്കൻഡ് തിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫുള്ളി ഇതിൽ ഇൻവോൾവ് ആണെങ്കിലേ നടക്കത്തുള്ളൂ. ഇതൊരു സൈഡ് ബിസിനസ്സോ അങ്ങനെ ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം സ്റ്റുഡൻറ്റ് മിഡ് നൈറ്റ് വിളിക്കും, ഏർലി മോർണിംഗ് വിളിക്കും. നമ്മൾ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പിള്ളേരെ വിടുന്നു. നമ്മളൊരു ഓസ്ട്രേലിയയിലെ സ്റ്റുഡൻറ്റ് രാവിലെ നമ്മളെ കണക്ട് ചെയ്യുന്നത് ഏർലി മോർണിംഗ് 3 o'clock ആയിരിക്കും. ഒരു UK സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ കാനഡ സ്റ്റുഡൻറ്റ് നമ്മളെ കണക്ട് ചെയ്യുന്നത് മിഡ് നൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിതിൽ കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇത് ആര് ചോദിച്ചാലും ഇതിന് പറയുന്നതാണ് ഈ കേസ്. എൻ്റെ അടുത്തും ഇപ്പം അടുത്ത് പറഞ്ഞത് ഫോക്കസ് ഇഫ് യു ആർ ഇൻടു ദിസ്. ഇല്ല ആക്ച്വലി വെച്ചാൽ ഏത് ആളാണെങ്കിലും ഞാനത് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരാളോട് ഇപ്പം നമ്മളോട് അഡ്വൈസ് ചോദിക്കുന്നത് ആക്ച്വലി എന്താ വെച്ചാൽ അത് അഡ്വൈസ് സ്വീകരിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, വെറുതെ ഒരു ഇതിന് ചോദിക്കുന്നതല്ലല്ലോ. അപ്പോൾ നമ്മളത് അത്രയും ടൈം നിങ്ങൾ പേഷ്യൻ്റ് ആണ്, അത്രയും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം. കാരണം വിസ റൂള് സ്ട്രിക്റ്റ് ആയി, നമുക്ക് ആ രാജ്യത്തേക്ക് ഒരു വർഷം സ്റ്റുഡൻറ്റ് പോകുന്നില്ല. പക്ഷേ ആ രാജ്യത്തേക്ക് കുറച്ച് പിള്ളേർ പോകണ്ടെങ്കിൽ ഞാനിത് നിർത്താൻ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾ നമ്മളെ വിശ്വസിച്ചിട്ടായിരിക്കും. കാരണം സ്റ്റുഡൻറ്റ് നമ്മളടുത്ത് വന്ന് 3 മാസം കൊണ്ട് വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, 2 വർഷം കൊണ്ട് വിദേശത്തേക്ക് പോകുന്നവരുണ്ട്, 5 വർഷം കൊണ്ട് വിദേശത്തേക്ക് പോകുന്നവരുണ്ട്. ഇതെന്ത് കേസ് വെച്ചാൽ നമ്മൾ കരുതുന്ന പോലെയല്ല. വിസ എന്ന് പറയുന്ന കാര്യം നമ്മുടെ കയ്യിലല്ല. ഫണ്ട് ഇപ്പോൾ പുതിയ സർവേ പ്രകാരം എന്താ വെച്ചാൽ 5 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികളാണ് മെജോറിറ്റി വിദേശത്തേക്ക് പോകുന്നതെന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. കാരണം അത്രയും ബാങ്കുകളെല്ലാം സപ്പോർട്ടീവ് ആയതുകൊണ്ട് ആർക്കും വിദേശത്ത് പോയി പഠിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ചില ആളുകളുടെ കാര്യങ്ങളൊന്നും റെഡി ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി വളരെ സൗണ്ടായ ആളുകൾ അല്ല മെജോറിറ്റി പോകുന്നത്. അവരെ സംബന്ധിച്ച് എന്താ വെച്ചാൽ വളരെ സ്മൂത്ത് ആയിരിക്കും. ഫണ്ടാണ് എപ്പോഴും ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് 1 year 2 year ഒക്കെ കഴിഞ്ഞ് പോകുന്നവരെയും നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവർ ഈ സ്വപ്നം കാണുന്നത്. അപ്പോൾ ആ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കുന്നവർ അവരെ കൂടെ നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമ്മളതൊരു വഴിയിൽ വെച്ചിട്ട് അവരോട് ഞാൻ അടുത്ത സ്ഥലത്ത് പോകണമെന്നില്ല. കാരണം നമ്മൾ വിശ്വസിച്ച് നമ്മളടുത്ത് വരുന്നു. അപ്പോൾ നമ്മൾ ആ വിശ്വാസം കീപ്പ് ചെയ്യുക, ആ കമ്മിറ്റ്മെൻറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ഏതൊരാളോടും ഞാൻ ആദ്യം പറയാതാണ്, ഇപ്പോൾ എന്നോട് അഭിപ്രായം ചോദിക്കാത്ത ഒരാളോടും ഞാൻ ചോദിക്കും എന്താണ് നിങ്ങളെ മോട്ടീവ് ചെയ്ത് ഇതിലേക്ക് വരാനെന്നുള്ളത്. അപ്പോൾ അത് ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ പറയും. ചില ആളുകളത് നെഗറ്റീവായിട്ട് എടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയാൾ വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നില്ല. അതല്ല, അതിനേക്കാൾ കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നൊരു കണ്ടീഷൻ ആവരുത് എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു ഹാവ് ടു ഷെയർ വിത്ത് the students who are aspiring to go abroad and study? ഇതിലിപ്പോൾ ആക്ച്വലി എന്താ വെച്ചാൽ നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ പ്രോബ്ലം ഞാൻ പറയാൻ പറ്റില്ല. ഇതിലുള്ള മെയിൻ കേസ് എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു വർഷം പോവുക, അതല്ലെങ്കിൽ ഒരു 6 month ഗ്യാപ്പ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണ്. എസ്പെഷ്യലി മലയാളിക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു 1 year കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ സൊസൈറ്റിയും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ എടുക്കുന്നുണ്ട്. കാരണം സൊസൈറ്റിയാണ് ഏറ്റവും അധികം സ്റ്റുഡൻറ്റിനോട് ചോദിക്കുക, പാരൻസിനേക്കാൾ കൂടുതൽ ഒന്നും ചെയ്യുന്നില്ലേ, എന്താ പരിപാടി എന്നുള്ളത്. ഇപ്പോൾ ഇതിലെന്താ കേസ് ചോദിച്ചാൽ, അബ്രോഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സീരിയസ് ആയിട്ട് വിദേശ പഠനത്തെ നമ്മുടെ കരിയറിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക നമ്പർ ഓഫ് റിസർച്ച് നമ്മൾ ചെയ്യേണ്ടി വേണം. അതായത് ഒരു വലിയ റിസർച്ച് ചെയ്ത് നമ്മുടെ കരിയർ എന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, ഏത് മേഖലയിലേക്ക് നമ്മൾ പോകണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, ആ മേഖല ഏത് രാജ്യത്താണ് ഏറ്റവും അധികം കൂടുതൽ സാധ്യത ഉള്ളത് നമ്മൾ തിരിച്ചറിയണം, ആ രാജ്യത്ത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അത് ഏറ്റവും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തിരിച്ചറിയണം. അതിൻ്റെ ബേസിൽ നമുക്ക് അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്കോളർഷിപ്പ് നോക്കുന്നു, ഷെവനിങ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം പാസ് ഔട്ട് ആവുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഈ അക്കാദമിക് ഇയറിൽ ആ സ്കോളർഷിപ്പ് കിട്ടത്തില്ല, നെക്സ്റ്റ് ഇയറിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും പ്രിപ്പയർഡായി നേരത്തെ തുടങ്ങി ഗ്യാപ്പ് എടുത്ത് ലോഡ് ഓഫ് റിസർച്ച് നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്താണ് വിദേശ പഠനം കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മുടെ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ പ്രോബ്ലം വരും. ആ റിയാലിറ്റിയും എക്സ്പെക്റ്റേഷനും പ്രോബ്ലം വരുമ്പോഴുള്ള കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മൾ പോയതിന് ശേഷം നിങ്ങൾക്കറിയാം ഒരുപാട് പേര് വിദേശത്ത് പോയിട്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തരുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതിൽ മെജോറിറ്റി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നല്ലൊരു റിസർച്ചോ നല്ല കാര്യങ്ങളോ നടത്താതെ അബ്രോഡ് സ്റ്റഡി അച്ചീവ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതിന് നല്ലൊരു ടൈം എടുത്ത് നല്ല റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കുന്ന അറിയാം. ഒത്തിരി പിള്ളേർ ഇപ്പോൾ നമ്മൾ 18,000-ത്തിലധികം എന്ന് പറയുന്നതിൽ അതിൽ മെജോറിറ്റി ആളുകൾ നല്ല നല്ല കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പൊതുവെ പ്രീ ഡിപ്പാർച്ചർ ഗൈഡൻസിൻ്റെ ടൈമിലൊക്കെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ പറയാറുണ്ട്, നമ്മൾ എയർപോർട്ടിൻ്റെ ലോഞ്ചിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് ചിലപ്പോൾ നമ്മൾ ഞാൻ പേഴ്സണലി അറിയണ്ടാവില്ല, പക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ട് പരിചയപ്പെട്ട് ഇന്ന കമ്പനിയിൽ ഇന്ന പൊസിഷനിലാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും എന്താ പറയുക നമുക്കത് പറയാൻ പറ്റുന്നില്ല, അത്രയും സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയവരും വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട്. നല്ല യൂണിവേഴ്സിറ്റി, പ്രോപ്പർ പ്ലാനിങ്
എന്താ പറയുക, കണ്ടിന്യൂസ് റിസർച്ച്, ഐഡൻറ്റിഫൈ ചെയ്യുക കരിയർ, ദെൻ എന്താ പറയുക, നല്ല യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, അതൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്താൽ കുറച്ച് ടൈം എടുത്ത് ചെയ്യുക. ഇനിയിപ്പോൾ ടൈം നിങ്ങൾക്ക് വലിയ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ യു സ്റ്റാർട്ട് പ്രിപ്പറേഷൻ വെരി ഏർലി. ദാറ്റ് മീൻസ് യു ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി വിദേശ പഠനം നോക്കുന്നവരോടുള്ള. ഓക്കെ, Thank you so much. I, as a person and as a professional, got a lot of insights. ഇതെന്തായാലും എനിക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആണെന്ന് മുസ്തഫക്കും അറിയുന്നതാണ്. I would seek mentorship from you for this. always ready for that. Right, it would be a honor. So we would like to take one or two questions if any of the students want to ask, or anybody here. Mic pass ചെയ്യാൻ. നിങ്ങൾ ആരെങ്കിലും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ ആരെങ്കിലും പോയി പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ? നസ്രിൻ കൈയൊന്നും പൊങ്ങുന്നില്ലാത്ത സാഹചര്യത്തിൽ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Okay. ഞാൻ കേട്ടോണ്ടിരുന്നപ്പോൾ Yeah. തോന്നിയതാണ്. ഈ മൈഗ്രേഷന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം മാത്രമാക്കി പോകുന്ന ഒരുപാട് പേരുണ്ടെന്ന് സർ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങളുടെ ഏജൻസിയെ സമീപിക്കുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് കൗൺസിലിംഗ് ഡു യു ഡു? കാരണം അങ്ങനെയുള്ള ഒരാളിന് എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ളൊരു ഡയറക്ഷൻ പോലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ എത്തരത്തിലുള്ള ഒരു പ്രൊഫൈലിംഗ് ആണ് ചെയ്യുന്നത്? ഡു യു അനലൈസ് ദ പേഴ്സൺ, നോട്ട് ജസ്റ്റ് ദി എഡ്യൂക്കേഷൻ ട്രാക്ക്? അല്ല, ഇപ്പോൾ ഇതിൽ ആക്ച്വലി എന്ന് വെച്ചാൽ മൈഗ്രേഷൻ നോക്കി വരുന്ന ഒരാളോട് നമ്മളെപ്പോഴും എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും എഡ്യൂക്കേഷൻ്റെ വാല്യൂ ആണ് പറയുക. ഇതിലിപ്പോൾ മൈഗ്രേഷൻ നോക്കി വരുന്ന ഒരാളെ ജസ്റ്റ് നമുക്ക് അങ്ങ് പറഞ്ഞു വിടാൻ പറ്റില്ല. കാരണം ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ചാണ്. ഇപ്പം നമ്മളിപ്പോൾ മൈഗ്രേഷൻ പ്ലാൻഡ് ആയ ഒരാൾ വന്നിട്ട് കോഴ്സ് കഴിയുമ്പോൾ റൂൾ അതല്ലെങ്കിൽ ആൾക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അപ്പോഴും ഗൈഡ് ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ കോഴ്സ് ഫോക്കസ് ചെയ്ത് പോവുക. ആ കോഴ്സ് ഇൻ കേസ് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ച് വരുമ്പോൾ അത് നിങ്ങൾക്ക് എത്ര ബെനിഫിഷ്യൽ ആവും എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അതിൽ പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ സ്പെൻഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം വരിക. കാരണം ഒരു മൈഗ്രേഷൻ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാൾ ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് യൂണിവേഴ്സിറ്റിയാണ് അവർ ഓപ്റ്റ് ചെയ്യുക. പക്ഷേ കോഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. കാരണം നമുക്കൊരിക്കലും ഉറപ്പില്ല വിദേശ രാജ്യത്ത് പോയിട്ട് നമുക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ളത്. അൺലെസ് അവിടുത്തെ ഒരു പാസ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരും. മൈഗ്രേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ആളുകളെടുത്തും നമ്മളൊരു ഡീറ്റെയിൽ കൗൺസിലിംഗ് എടുത്ത്, നമുക്ക് മൈഗ്രേഷൻ മൈൻഡഡ് ആയ സ്റ്റുഡൻറ്റിനാണ് കുറച്ചധികം ടൈം നമുക്ക് കൗൺസിൽ ചെയ്യേണ്ടി വരും, കുറച്ചും കൂടിയും ഗൈഡൻസ് കൊടുക്കേണ്ടി വരിക. കാരണം അവർ കാണുന്നത് എന്താ വെച്ചാൽ ഒരാൾ പോയി സെറ്റിലായി, അയാൾ ഫിനാൻഷ്യലി സൗണ്ടായി, അയാൾ അവിടെ നിന്ന് നല്ല നിലയിൽ ജീവിക്കുന്നു എന്നുള്ളത് കണ്ടിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അതിൻ്റെ ഒരു റിയാലിറ്റി നമ്മൾ പറയും, അയാൾ പോയ സിറ്റുവേഷനും ഇപ്പോഴത്തെ സിറ്റുവേഷനും അവിടുത്തെ പോസിബിലിറ്റിയും പറഞ്ഞ് ഒത്തിരി അധികം ടൈം നമ്മൾ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർ ഈ റിയാലിറ്റിയിലേക്ക് വരത്തുള്ളൂ. അപ്പോഴും കോഴ്സ് ഫോക്കസ് ചെയ്യാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ സ്റ്റേ ബാക്ക് ഉണ്ട്, അവിടെ എത്തി കോഴ്സ് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് കിട്ടിയില്ല എങ്കിൽ നമ്മൾ തിരിച്ചു പോരേണ്ടി വരും. ആ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഈ ROI ആയിട്ട് ഈ കോഴ്സ് എടുത്തത് കൊണ്ട് ROI കിട്ടും എന്ന് ഉറപ്പുള്ള കോഴ്സും യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യാറുള്ളത്. അതിൽ ഫീസിൻ്റെ കാര്യത്തിൽ ചെറിയ ഇതുണ്ടാവും. മൈഗ്രേഷൻ മൈൻഡഡ് ആയ ആളുകൾ എന്താ പറയുക, വളരെ ഹൈ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരായിരിക്കില്ല. അപ്പോഴും നമ്മൾ കൂടുതൽ സ്കോളർഷിപ്പൊക്കെ ഉള്ള കൂടുതൽ ബാങ്കുകളൊക്കെ സപ്പോർട്ട് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം എങ്ങനെ വന്നാലും തിരിച്ചു, ഇനിയിപ്പോൾ മൈഗ്രേഷൻ എല്ലാം റെഡിയായി, പക്ഷേ നമ്മളൊരു സോഷ്യൽ ചുറ്റുപാട്, ഫാമിലി ചുറ്റുപാട് വെച്ച് നമ്മൾ തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് വാല്യൂ ഉണ്ടെങ്കിലല്ലേ കാര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വേയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് സ്റ്റുഡൻസിനോട്. ഒരു അഡൻറ്റും കൂടെ ചോദിച്ചോട്ടെ നസ്രിൻ, എസ്പെഷ്യലി സിൻസ് യു സംബഡി ഹു ഫോക്കസസ് ഓൺ ദി UK, ഈ 2 വർഷത്തെ സ്റ്റേ ബാക്ക് UK-ൽ ഉള്ളൂ എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും there has been such an influx of students who want to go. അതെങ്ങനെയാണ്, how do you deal with that? അതായത് ഈ 2 വർഷം കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഉറപ്പും ഇല്ലാത്ത. ഇല്ല, ഇതിലിപ്പോൾ ആക്ച്വലി എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പൊതുവേ പുറത്തുനിന്ന് കാണുന്ന ഒരു ഇതുപോലെയല്ല. ഇപ്പം നമ്മളെന്താ വെച്ചാൽ ലാക്സ് ഓഫ് സ്റ്റുഡൻസ് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ലാസ്റ്റ് ഇയർ 11 lakh സ്റ്റുഡൻസ് ആണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോയിട്ടുള്ളത്. നമ്മളൊരു കുറച്ച് ആളുകളുടെ ഫീഡ്ബാക്ക് മാത്രം എടുത്തിട്ട് മൊത്തം ഇതിനെ അനലൈസ് ചെയ്യരുത്. കാരണം നമ്മളൊരു കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം വരുന്ന സ്റ്റുഡൻസിൽ എത്ര ശതമാനം ആളുകൾ അവിടെ സെറ്റിൽ ആവാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എത്ര ശതമാനം ആളുകൾ തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ട്. ഞാനിപ്പോൾ നോർത്ത് കേരളയിൽ നിന്ന് നമുക്ക് ഒത്തിരി പിള്ളേർ പോകുന്നുണ്ട്, എനിക്കറിയാം ഒത്തിരി ശതമാനം, ദാറ്റ് മീൻസ് ഒരു 60-70% ഓഫ് സ്റ്റുഡൻസ് അവരവിടെ സെറ്റിൽ ആവാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോരാൻ റെഡിയാണ് അവരൊന്നുമില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ നാട്ടിലുള്ള MNC പോലെയുള്ള നല്ല കമ്പനികളിൽ ജോലി നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്നവർക്കേ അറിയാം അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റ് പ്ലാൻ നടക്കത്തില്ല എന്നുള്ളത് അറിയാം. പറ്റുകയാണെങ്കിൽ
ഈ സ്റ്റേ ബാക്ക് ആക്ച്വലി എന്താ വെച്ചാൽ എപ്പോഴും ആ ഒരു ടൈമിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും. ആ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് അവിടെ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തിരിച്ചു വരണം എന്നുള്ളതിൽ തന്നെയാണ് പോകുന്നത്. അത് റിയാലിറ്റിയാണ്, പോകുന്നവർക്കും അറിയാം. ഈ സ്റ്റേ ബാക്കിൻ്റെ മെജോറിറ്റി സ്റ്റുഡൻസ് കാണുന്നത് എന്താ വെച്ചാൽ അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആ പീരീഡിൽ തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ടാണ് കാണുന്നത്. അതിൽ ഒരു കൺസൾട്ടൻറ്റിന് മാത്രമുള്ളൂ, അത് എനിക്ക് ഒരു നല്ല കൺസൾട്ടൻറ്റിന് അത് അറിയാം. പുറത്തുള്ള മീഡിയ അതല്ലെങ്കിൽ മൊത്തത്തിൽ പറയണത് വെച്ചാൽ ഇവരെല്ലാവരും അവിടെ സെറ്റിൽ ആവാൻ പോകുന്നവരാണെന്നുള്ളതാണ്. പക്ഷേ അത് നമുക്കറിയാലോ, ഒരു നെഗറ്റീവ് ആണ് എപ്പോഴും കൂടുതൽ സ്പ്രെഡ് ആവുക പോസിറ്റീവിനേക്കാൾ കൂടുതലും. നമ്മളിപ്പോൾ 17 വർഷമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയാം പോകുന്ന സ്റ്റുഡൻറ്റ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്. പറ്റുകയാണെങ്കിൽ 3 ടൈപ്പ് കാറ്റഗറി ഉണ്ട്, ഞാൻ അങ്ങനെ പറയാം. ഒന്ന് കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷൻ നോക്കി പോകുന്നവർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വെച്ചാൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് 1 or 2 ഇയർ അവിടെ നിൽക്കുക, പറ്റുകയാണെങ്കിൽ നിൽക്കുക എന്നുള്ളത്. തേർഡ് വൺ എന്ന് പറയുന്നത് എങ്ങനെ വന്നാലും അവിടെ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു 3 കാറ്റഗറിയിൽ ഓരോ കാറ്റഗറിയുടെയും പെർസെൻറ്റേജ് ഡിഫറൻ്റ് ആണ്. അത് ഡിപ്പെൻസ് വിസ റൂളും ഇതൊക്കെ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ പോകുന്ന UK പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവൻ സെറ്റിൽമെൻറ്റ് പ്ലാൻ ചെയ്തിട്ടല്ല പോകുന്നത്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 15 to 20 lakh നമ്മൾ ഫീസ് കൊടുക്കണം. ഈ 2 ഇയറോ അല്ലെങ്കിൽ 2 ഇയർ കഴിഞ്ഞ ഒരു 2 ഇയർ കൊണ്ട് നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റേ ബാക്കുള്ള ഒരു കൺട്രിയിൽ നമുക്കത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് സ്റ്റഡീസ് ടൈമിലുള്ളതല്ല. സ്റ്റഡീസ് ടൈമിൽ നമുക്ക് ഒരു ഏണിങ്സും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേ ബാക്ക് പീരീഡിലാണ്. അപ്പോൾ അങ്ങനെയുള്ള മൈൻഡഡ് ആയിട്ടുള്ള, ഞാൻ ഈ പറയുന്ന ഈ മിഡിൽ ടൈപ്പിലുള്ള ആളുകളാണ് കൂടുതൽ പോകുന്നത്. ഫുള്ളി ഹൈ റാങ്ക്ഡ് നോക്കുന്നവരെ ശതമാനം കൂടി വരുന്നുണ്ട്, പക്ഷേ അത് സെക്കൻഡ് കാറ്റഗറി ആയിട്ട് അത്ര ഇല്ല അത് ആക്ച്വലി. ഓക്കെ, താങ്ക് യു. Thank you so much for your questions. Any more questions? Yeah, yes, please. Yeah, so thank you for the opportunity. ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് കാനഡയിലാണ് പോകുന്നത്, ലൈക്ക് ഫോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓർ എനിത്തിങ് ലൈക്ക്. മൈക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് പിടിക്കുക, കേൾക്കുന്നില്ല. ഇപ്പോൾ കേൾക്കാവോ? ഓക്കെ. അപ്പോൾ കാനഡയിൽ എന്താണ് ഇത്ര ഒരു സ്പെഷ്യാലിറ്റി എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ലൈക്ക് ഹൗ ഇസ് ദിസ്, ഡിസ്പൈറ്റ് അവിടെ ഭയങ്കരമായിട്ടൊരു പോളറൈസേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ റെഫ്യൂജീസ്, ഇമിഗ്രൻസിൻ്റെ ഒക്കെ ലോസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആവുന്നുണ്ട്. സോ ഡിസ്പൈറ്റ് അതർ ദാൻ ദാറ്റ് ഇതിൻ്റെ വിസ പ്രൊസീജിയേഴ്സ് ഭയങ്കര ടയറിങ് ആണ്. ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി കാനഡ പോയൊരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇതൊരു ഒരുപാട് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യേണ്ടുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഫോർ ട്രാവലിംഗ് പേർപ്പസസ്. അപ്പോൾ യെറ്റ് ദർ ആർ സ്റ്റുഡൻസ് ഹു ഗോ ദർ. സോ എന്താണ് ബേസിക്കലി ലൈക്ക് അവിടെ ഒരു ഇതിലിപ്പോൾ ആക്ച്വലി എന്താ വെച്ചാൽ, ഇപ്പോൾ ഏത് രാജ്യത്തും ഒരു മൈഗ്രേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ആൻറ്റി മൈഗ്രേഷന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ലോകത്ത് എന്താ വെച്ചാൽ കുറേ രാജ്യത്ത് ഇപ്പോൾ ആൻറ്റി ഇമിഗ്രേഷൻ സ്ട്രെങ്ത്ത് കൂടി വരുന്നുണ്ട്. അതായത് പുറത്തുനിന്ന് ഒത്തിരി പേര് വരുന്നതിന് എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഏത് ഗവൺമെൻറ്റിനും അവിടുത്തെ ലോക്കൽ ആളുകളുടെ വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഭരണം കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഇതിലെന്താ കേസ് വെച്ചാൽ, കാനഡ നമ്പേഴ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് 6 to 7 years എന്ന് പറഞ്ഞാൽ ഹ്യൂജ് മാസീവാണ്. കാരണം വിസ റൂൾ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ലിബറലായിരുന്നു. എഡ്യൂക്കേഷൻ റൂട്ടിൽ പോകുന്ന ആളുകളെക്കാൾ കൂടുതൽ ഈവൺ വിസിറ്റ് വിസ അങ്ങനെയുള്ള പല ഇതിൽ വന്നിട്ടും അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇല്ലീഗലായിട്ട് ജോലിയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഈ സ്റ്റുഡൻറ്റ് വിസയിൽ പോയവർ മാത്രമാണ് മെജോറിറ്റി ആ രാജ്യത്ത് കൂടുതലുള്ളതെന്നുള്ളതല്ല. ഒരു രാജ്യത്തിന് വിസ റൂള് ലിബറലാക്കുമ്പോൾ എല്ലാ കാറ്റഗറിയും ലിബറലാക്കും. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റൈറ്റ് മൈഗ്രേഷൻ പ്ലാൻ ചെയ്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകളൊക്കെ ചെന്നിട്ടുള്ള ലോക്കൽ ഇഷ്യൂസ് അവിടെ ഒരുപാടുണ്ട്. കാരണം അവിടുത്തെ ഗവൺമെൻറ്റിന് ഇവരെ പ്രോപ്പറായിട്ട് സർവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവരവിടെ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ നമ്മൾ ഏത് രാജ്യത്തും എന്താ പറയുക, അവിടുത്തെ ലോക്കൽ ആളുകൾ പുറത്തുനിന്ന് ഒത്തിരി പേര് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ചില ആളുകൾ ചില നല്ല വ്യൂവിലായിരിക്കത്തില്ല, എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂ വരുമ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. എല്ലാ രാജ്യത്തും വിസ റൂൾ ലിബറൽ ആകുമ്പോൾ ഒരു സെർട്ടൻ പീരീഡിൽ എന്താവും, കുറച്ച് സ്ട്രിക്റ്റ് ആക്കും. ഈ സ്ട്രിക്റ്റ് ആകുന്നതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർ, പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാതെ നിൽക്കുന്നവർ, മൈഗ്രേഷൻ പ്ലാൻ ചെയ്ത് വരുന്ന ക്വാളിഫൈഡ് ആളുകളല്ലാത്ത ആളുകളെ പോലെ അല്ലാത്ത ആളുകൾ, ഇവരെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു പീരീഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു 1 or 2 ഇയറിൻ്റെ കേസേ ഉള്ളൂ. അവർ 2 ഇയറിൻ്റെ ഉള്ളിൽ വീണ്ടും കാനഡ പഴയ പോലെ ആവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റീസ് അവരിപ്പോൾ പ്രൊമോട്ട് ചെയ്ത് തുടങ്ങി. വിസ റൂൾ ഒന്നും കൂടിയും സ്ട്രിക്റ്റ് ആക്കി, ഫിനാൻഷ്യലി ഒന്നും കൂടിയും സൗണ്ട് ആയാലും വന്നാൽ മതി, IELTS കുറച്ചും കൂടിയും സ്ട്രിക്റ്റ് ആക്കി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ചേഞ്ച് വരും. അതിൻ്റെ മേജർ കാരണം എന്താ വെച്ചാൽ, ഹ്യൂജ് നമ്പർ വന്നുള്ള സോഷ്യൽ ഇഷ്യൂസ്, ഗവൺമെൻറ് സർവീസ് ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസുകൾ. അപ്പോൾ അത് ഗവൺമെൻറ് കൊടുക്കാൻ പറ്റുന്നില്ല. പ്രോപ്പറായിട്ട് ലീഗലായിട്ട് നിൽക്കുന്ന സിറ്റിസന് കൊടുക്കുന്ന ഫണ്ടിങ് എടുത്തിട്ട് ഇല്ലീഗലായിട്ട് നിൽക്കുന്നവരെ കൊടുക്കേണ്ട കണ്ടീഷൻ, അങ്ങനത്തെ ഇഷ്യൂസാണ്. പിന്നെ കുറച്ച് രാജ്യങ്ങളിൽ ഈ ആൻറ്റി ഇമിഗ്രൻസ് പ്രോബ്ലംസ് അല്ല, ആൻറ്റി ഇമിഗ്രൻസിൻ്റെ എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒത്തിരി
ന്യൂസുകളും ഫേക്ക് ആയിട്ടുള്ളതും റിയൽ ആയിട്ടുള്ള ന്യൂസുകളൊക്കെ കൊടുത്ത് അവിടെയുള്ള ആളുകളും കുറച്ച് കൺസേൺസ് ഗവൺമെൻറ്റിൻ്റെ അടുത്തും പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്തും ഗവൺമെൻറ്റിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് അങ്ങനെ ഒരു എന്താ പറയുക സ്ട്രിക്റ്റ് ആക്കൽ നിർബന്ധിതമാവുന്ന ഒരു കണ്ടീഷനാണ്. അത് കാനഡ മാത്രമല്ല പല കൺട്രിയിലും ഉണ്ട് അത് ആക്ച്വലി. ഓക്കെ, താങ്ക് യു. I think that was a good question. Yeah. Thank you so thank much you, for your thank you. valuable Yeah. time, Mustafa. Thank you, I Nasreen, thoroughly thank you. enjoyed this conversation. Yeah, thank you Summit of Future team. Thank you, Yeah. Tom. My thanks to the Summit of Future for this opportunity as well. Thank you, Jain University. And to present a token of appreciation to both of them, I'd like to bring on stage Mr. Tom M. Joseph, Director of New Initiatives with Jain University. Our heartfelt gratitude to both of them for such an engaging conversation, a great climax to our first track.